ലോകത്തെമ്പാടുമുള്ള ബാങ്കിംഗ് സംവിധാനങ്ങൾ തകരും, ഓഹരി വിപണികൾ പൂജ്യമാകും, വ്യോമഗതാഗതം നിലക്കും, ലോകം ഇരുട്ടിലാകും. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, അടിയിലൂടെ പോകുന്ന ആഗോള ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകൾ ഏതെങ്കിലും യുദ്ധത്തിലോ അട്ടിമറിയിലൂടെയോ കൂട്ടത്തോടെ വിച്ഛേദിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക നരമ്പായ ഹോർമോസ് കടലിനടിയിൽ ഒരു വലിയ സൈനിക അട്ടിമറി നടക്കുന്നു. അവിടുത്തെ ഇൻ്റർനെറ്റ് ശൃംഖലയും ആശയവിനിമയ സംവിധാനങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് പൂർണ്ണമായും നിശ്ചലമാകുന്നു. ലോകത്തെമ്പാടുമുള്ള ബാങ്കിംഗ് സംവിധാനങ്ങൾ തകരും, ഓഹരി വിപണികൾ പൂജ്യമാകും, വ്യോമഗതാഗതം നിലക്കും, ലോകം ഇരുട്ടിലാകും. ഈ ഭീകരമായ അവസ്ഥയെ ലോകത്തെ രക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ നാറ്റോ സഖ്യത്തിനോ കഴിയില്ല. അങ്ങനെ ഒരു മഹാദുരന്തം ഉണ്ടായാൽ ഈ ഭൂമിയെ പൂർണ്ണമായും തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ലോകത്തൊരൊറ്റ മനുഷ്യന് മാത്രമേ സാധിക്കൂ. അത് ഇലോൺ മസ്ക് ആണ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിലേക്ക് ലോകത്തിൻ്റെ ഭാവി ചുരുങ്ങുന്നത്? നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വിവാദപരവും അതുപോലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ചിലർ അദ്ദേഹത്തെ മനുഷ്യരാശിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ദൈവതുല്യനായ പ്രതിഭ എന്ന് വിളിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് അദ്ദേഹം ലോകത്തിൻ്റെ വിവരങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു ടെക്നോളജി രാജാവ് എന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറിയ ഈ മനുഷ്യൻ പേപാൽ, ടെസ്ല, സ്പേസ് എക്സ്, സ്റ്റാർലിങ്സ്, എക്സ് അതായത് ട്വിറ്റർ, XAI തുടങ്ങിയ വിപണിയെ വിറപ്പിക്കുന്ന ഭീമൻ കമ്പനികളുടെ പിന്നിലെ ചാലക ശക്തിയാണ്. മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അന്തിമ സ്വപ്നം. എന്നാൽ അതിനായി ആവശ്യമായ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെയാണ് സ്റ്റാർലിങ്സ് എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. എന്താണ് സ്റ്റാർലിങ്സ്? 2019 മുതൽ സ്പേസ് എക്സ് ഭൂമിയിലെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ലോ എർത്ത് ഓർബിറ്റിലോട്ട് ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹ ഇൻ്റർനെറ്റ് ശൃംഖലയായി സ്റ്റാർലിങ്സ് മാറിക്കഴിഞ്ഞു. സാധാരണ ഇൻ്റർനെറ്റ് കണക്ഷനുകളെ പോലെ അടിയിലൂടെയുള്ള കേബിളുകളോ ഭൂമിയിലെ വിവിധ ടവറുകളോ സ്റ്റാർലിങ്സിന് ആവശ്യമില്ല. ഒരു ചെറിയ ഡിഷ് ആൻറ്റിനയും ആകാശത്തെ സ്റ്റാർലിങ്സ് ഉപഗ്രഹങ്ങളും മാത്രം മതി. നിങ്ങൾ ആമസോൺ കാടുകളിലായാലും പ്രശാന്ത സമുദ്രത്തിന് നടുവിലായാലും കടുത്ത യുദ്ധഭൂമിയിലായാലും നിമിഷങ്ങൾക്കുള്ളിൽ അതിവേഗ ഇൻ്റർനെറ്റ് നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങും. സ്പേസ് എക്സിൻ്റെ യഥാർത്ഥ ബിസിനസ് റോക്കറ്റുകളാണോ? സത്യത്തിൽ പലരും കരുതുന്നത് പോലെ സ്പേസ് എക്സ് എന്നാൽ റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്നാണ്. എന്നാൽ യഥാർത്ഥ സത്യം മറ്റൊന്നാണ്. റോക്കറ്റുകൾ വെറും വാഹനങ്ങൾ മാത്രമാണ്, കാരിയറുകൾ മാത്രമാണ്. ഇന്ന് സ്പേസ് എക്സിൻ്റെ ഏറ്റവും വലിയ ലാഭവും വരുന്നത് സ്റ്റാർലിങ്സിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ നാനാഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായിട്ടാണ് എലോൺ മസ്ക് കോൺട്രാക്റ്റുകളിൽ എത്തുന്നത്. ചില ആഗോള റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനിയുടെ മൊത്തം വരുമാനത്തിൻ്റെ 60% സ്റ്റാർലിങ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ, സ്റ്റാർഷിപ്പ് വഴി ചൊവ്വയിലേക്ക് പോകാനാണ് മസ്കിൻ്റെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നത്തിന് പണം നൽകുന്ന ബാങ്കാണ് സ്റ്റാർലിങ്സ്. എന്താണ് സ്റ്റാർലിങ്സിൻ്റെ നന്മയും തിന്മയും? തീർച്ചയായും നമുക്കത് പരിശോധിക്കണം. സ്റ്റാർലിങ്സ് ലോകത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദുർഘടമായ മലനിരകളിലും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലും ഇത് ഇൻ്റർനെറ്റ് എത്തിച്ചു നൽകുന്നു. വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയിലെ ടവറുകൾ തകർന്നാലും ആശയവിനിമയം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. അത് സ്റ്റാർലിങ്സ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ പോലും ഇൻ്റർനെറ്റ് അവൈലബിൾ ആകുന്നത് സ്റ്റാർലിങ്സിൻ്റെ ഒരു സർവീസ് മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ മറുപുറം വളരെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു സ്വകാര്യ വ്യക്തി ലോകത്തിൻ്റെ ആശയവിനിമയ ശൃംഖല മുഴുവൻ നിയന്ത്രിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇന്ന് 5000-ഓളം ഉപഗ്രഹങ്ങളാണ് മസ്കിന് മാത്രമായി ആകാശത്തുള്ളത്. വരും വർഷങ്ങളിൽ ഇത് ഡബിളായിരിക്കും. അതായത് 10,000 കണക്കിന് ബഹിരാകാശ ശാസ്ത്രജ്ഞർ വലിയ ആശങ്കയിലാണ്. കാരണം
ഈ ഉപഗ്രഹങ്ങൾ കാരണം രാത്രികാലങ്ങളിൽ നക്ഷത്ര നിരീക്ഷണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കൂടാതെ സ്പേസ് ഡെബ്രീസ്, അതായത് ബഹിരാകാശ മലിനീകരണത്തിനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നു. ഇലോൺ മസ്ക് സത്യത്തിൽ ഒരു ഹീറോ ആണോ അതോ ഒരു വില്ലനാണോ? അദ്ദേഹം ഇലക്ട്രിക് വണ്ടികളെ ജനപ്രിയമാക്കി, റോക്കറ്റ് വിക്ഷേപണ ചെലവ് കുറച്ചു, ലോകം മുഴുവൻ ഇന്റർനെറ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇവയെല്ലാം ഒരു ഹീറോയുടെ ലക്ഷണങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരൊറ്റ ട്വീറ്റ് മതി ലോക വിപണിയെയും ക്രിപ്റ്റോ കറൻസികളെയും തകിടം മറിക്കാൻ. സ്റ്റാർലിങ്ക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, XAI, ട്വിറ്റർ, ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റാ സെന്ററുകൾ, ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് മസ്ക് നിർമ്മിക്കുന്നത് ഒരു പുതിയ ഡിജിറ്റൽ സാമ്രാജ്യമാണ്, ഡിജിറ്റൽ എംപയർ. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരൊറ്റ വ്യക്തിയിലേക്ക് ഇത്രയും അധികാരം കേന്ദ്രീകരിക്കുന്നത് എത്രത്തോളം സേഫാണ്, എത്രത്തോളം സുരക്ഷിതമാണ്. ആകാശത്ത് പുതിയ നക്ഷത്രങ്ങൾ. അപ്പോൾ ഇലോൺ മസ്ക് ഒരു നല്ല മനുഷ്യനാണോ അതോ വില്ലനാണോ? സത്യത്തിൽ അദ്ദേഹം രണ്ടുമല്ല. അദ്ദേഹം ഒരു പ്രതിഭാസമാണ്. അണുവൈദ്യുതി പോലെ അത് എങ്ങനെ മനുഷ്യൻ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് മനുഷ്യരാശിക്ക് അനുഗ്രഹമാണോ ശാപമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭാവിയിലെ ഇൻ്റർനെറ്റിനെ കുറിച്ച്, വിനിമയത്തെക്കുറിച്ചോ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ഇലോൺ മസ്കിനെയും സ്റ്റാർലിങ്ക്സിനെയും ഒഴിവാക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. ഭാവിയെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇനി ആകാശങ്ങളിലേക്ക് നോക്കൂ. അവിടെ നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ മാത്രമല്ല, ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്സിൻ്റെ ഉപഗ്രഹങ്ങളും കാണാൻ സാധിക്കും. മറ്റൊരു മികച്ച വിഷയവുമായി വീണ്ടും നിങ്ങളെടുത്ത് വരാം.